നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം. സാർ, അങ്ങേക്കും കൂടി വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് എന്നും ഒരു തലവേദന, ശരിക്കും നമ്മുടെ ആ തലഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് POK അഥവാ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. അതിൻ്റെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും ചരിത്രവും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയുന്നതാണ്. സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, നമുക്ക് തൊട്ടു പോവാം. നമ്മളിപ്പോൾ കുറേശ്ശെ അറിഞ്ഞു വരികയാണ്. ഇല്ല, നമ്മുടെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, രാജ്യം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സാർ, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവിടുന്ന് വരുന്ന വിവരങ്ങൾ, വാർത്തകൾ, അവിടെ POKയിൽ ഏതാണ്ട് 90 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ളൊരു പ്രദേശമാണ് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. അത് പാകിസ്ഥാൻ്റെതാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അത് പാകിസ്ഥാൻ്റെതായിട്ടില്ല. എന്നാൽ അവർ ഇന്ത്യയോടൊട്ട് ചേർന്നിട്ടുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത ചെകുത്താനും കടലിനും ഇടയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് ആ പ്രദേശം നിൽക്കുന്നത്. ഇപ്പോഴും അവിടുന്ന് വരുന്ന വിവരങ്ങൾ, അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ്. പാക് സർക്കാരിനെതിരെ, അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനെതിരെ ഒക്കെ വലിയ പ്രക്ഷോഭത്തിലാണ്. അത് വലിയ കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 100-ലധികം പേര് കൊല്ലപ്പെട്ടത്, അതായത് 35 പോലീസുകാരടക്കം 100-ലധികം പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഇത് സാർ, ഈ POK എന്ന് പറയുന്ന ഈ തലവേദന എന്നേക്കുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ അവസാനിപ്പിക്കാൻ കഴിയില്ലേ? നമ്മൾ വിചാരിച്ചാൽ അത് സാധിക്കില്ലേ? ഈ നിലവിലെ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? അത് സോർട്ട് ചെയ്ത് നമുക്കൊരു ഒരു നല്ല സൊല്യൂഷനിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിന് പോകാൻ സാധിക്കില്ലേ? എന്നേക്കുമായിട്ട് ഈ ഒരു പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? നരേന്ദ്രമോദിജി വിചാരിച്ചാലും തീരില്ല. ഇനി ദൈവം തന്നെ ഇറങ്ങി വന്നാലും ആ പ്രശ്നം തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാം, പക്ഷെ ആ പ്രശ്നം മൊത്തത്തിൽ തീരില്ല. അത് ഒരുപാട് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ വേറൊരു സംഭവം, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ചതിയുടെ കഥയാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലാത്ത, നമ്മളും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം എഴുതി വെച്ച ഹിസ്റ്ററി പഠിക്കാൻ ഗതികെട്ടവരാണ് പാകിസ്ഥാനികളും ഇന്ത്യക്കാരും. രണ്ടുപേരും MI6 എഴുതുന്നു, നമ്മൾ പഠിക്കുന്നു. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. 2014 തൊട്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ അത് തിരുത്താനുള്ള ശ്രമങ്ങളുണ്ട്. ആക്ച്വൽ ഹിസ്റ്ററി എന്താണെന്നുള്ളത് പഠിപ്പിക്കാൻ. എന്നിരുന്നാലും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അവർക്ക് അതിനെപ്പറ്റി ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡിബേറ്റിൻ്റെ ഒരു ഉദ്ദേശം. അതായത് 1947 ആണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 1947 അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ നമ്മളെ പഠിപ്പിക്കാത്ത ആസ്പെക്റ്റ് മാത്രം പറയാം, ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിക്കാത്ത. 1947 പിന്നെ രാജാ ഹരിസിംഗ് പറഞ്ഞു, ഐ ആം ജോയിനിങ് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒക്ടോബർ മാസത്തിൽ പറഞ്ഞ ശേഷം വി ആർ ജോയിനിങ്, കാശ്മീർ ഈസ് ജോയിനിങ് ഇന്ത്യ എന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് ഒരുപാട് ഡിലേ ആയി. നമ്മുടെ നെഹ്റുജിയുടെ ചില കാരണങ്ങളാലും ഈ ഹരിസിംഗിൻ്റെ ചില കാരണങ്ങളാലും ഡിലേ ആയിപ്പോയി. ആ ഡിലേ ആയതുകൊണ്ട് പാകിസ്ഥാന് അത് അഡ്വാൻറ്റേജ് ആക്കാൻ പറ്റി. അവരിങ്ങ് അതിക്രമിച്ച് കയറി. അപ്പോൾ ഈ അദ്ദേഹം ഡിക്ലെയർ ചെയ്ത ശേഷം 31-ാം തീയതി, ഒക്ടോബർ 31-ാം തീയതി, അദ്ദേഹം ഒക്ടോബർ 20-ന് ശേഷം 21-ഓ 26-ഓ ഡിക്ലെയർ. 31-ന് മറ്റോ നമ്മളെ ഈ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്ന് പറയുന്നതാണ് ഇനിയുള്ളത്. എല്ലാവരും നമ്മളെ കുട്ടികളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മളടക്കം. ഞാൻ ഈ വളരെ അടുത്ത കാലത്താണ്, ഒരു 10 വർഷത്തിന് മുമ്പാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതായത് ഈ പാകിസ്ഥാൻ ആർമിയും അല്ലെങ്കിൽ ജിന്നയുടെ ആർമിയും ഇന്ത്യൻ ആർമിയും തമ്മിൽ, നെഹ്റുവിൻ്റെ ആർമിയും തമ്മിൽ അടിയായി. പിന്നെ UN ഇടപെട്ടു. അങ്ങനെയൊന്നും അല്ല. ഈ ബ്രിട്ടീഷുകാർ എന്തൊരു വൃത്തികെട്ടവന്മാരാണ്. ഇപ്പോഴുള്ള ബ്രിട്ടീഷുകാരെ ഞാൻ പറയില്ല, അവൻ്റെ അപ്പൂപ്പൻ എന്തൊരു കുടിലതയുള്ള
ഒരു ജനത റേസിസ്റ്റ് കൺട്രിയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഭാരതം രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ദൂരവ്യാപകമായ ഫോർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ടാകുന്ന സാധനമാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവം, നിങ്ങൾ ചോദിച്ചില്ലേ തീർക്കാൻ പറ്റുമെന്ന്, തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഗതിയാണ് അവന്മാർ. എന്തായാലും അവർ സ്വാതന്ത്ര്യം കൊടുത്തു, കൊള്ളയടിച്ചു, എല്ലാം കൊണ്ടുപോയി. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചില്ല. ഈ ചർച്ചിലും MI6ഉം എല്ലാം കൂടെ പരമദുഷ്ടന്മാരാണ്. ഇത്രയും നമ്മുടെ ഭാരതത്തോട് ഇത്രയും വൃത്തികേടും ഹൂളിഗനിസവും ക്രിമിനൽ ആക്ടിവിറ്റി, ക്രിമിനൽ എൻ്റർപ്രൈസിങ്, അത് UN ഉപയോഗിച്ച യുണൈറ്റഡ് നേഷൻസ് കോർട്ട് ഹേഗിൽ ഉപയോഗിച്ച വേർഡാണ് ക്രിമിനൽ എൻ്റർപ്രൈസ്. ക്രിമിനൽ എൻ്റർപ്രൈസിങ് ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും എതിരായിട്ട് ചെയ്തത്. ഇന്നിപ്പം നമുക്ക് പാകിസ്ഥാനായിട്ട് യോജിക്കാൻ നിവർത്തിയില്ല. പക്ഷെ അവർ ചെയ്തത് തിരുത്താൻ പാകിസ്ഥാൻ ഒരു താല്പര്യമില്ല, ഇന്ത്യക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ 1947 ഈ അറ്റാക്ക് തുടങ്ങിയല്ലോ, പാകിസ്ഥാൻ ഇങ്ങോട്ട് അതിക്രമിച്ച് റസാഖ് എന്ന് പറഞ്ഞ ട്രൈബ്സ് മെൻ ഉണ്ട്, അവരെയൊക്കെ നമ്മളെ കാർഗിൽ നടന്ന പോലെ തന്നെ ട്രൈബ്സ് മെന്നും പാകിസ്ഥാൻ ആർമിയും എല്ലാം കൂടെ ഇങ്ങ് കയറി ജമ്മു കാശ്മീരിൽ കയറി. പക്ഷേ ചിരിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഹെഡാരെന്നറിയാം. ഈ എല്ലാവരും വിചാരിക്കണം പാകിസ്ഥാൻ ആർമി ഏതെങ്കിലും ഖാനോ നസീർ അഹമ്മദോ, ഒന്നുമല്ല, മേജർ വില്യം ബ്രൗൺ. ബ്രിട്ടീഷുകാരനാണ്. നിങ്ങൾ പ്രശാന്ത് അതാണ് ആലോചിക്കണ്ടേ. അവൻ ഗിൽജിത്ത് സ്കൗട്ട്സ് എന്ന് പറഞ്ഞ ഒരു, അത് ബ്രിട്ടീഷ് പട്ടാളമാണ്. രണ്ടുപേരും സ്വതന്ത്രമായി. പിന്നെ ഇവനെന്തോന്ന് കാര്യം, ഇവന്റെ നേതൃത്വം ഞാൻ ഇവനെന്നേ പറയൂ, കാരണം ഞാൻ അത്ര ഒരു ദ്രോഹമാണ്, സാമദ്രോഹമാണ് ഇവന്മാർ ചെയ്തത്. പിന്നെ അപ്പം മേജർ, ഈസ് ഓൺലി മേജർ, അവൻ അറ്റാക്ക് ചെയ്ത് കയറി നമ്മുടെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, നമ്മൾ ഈ സംസാരിക്കുന്നത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനെ പറ്റിയാണ്. പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ മൊത്തമല്ല, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടക്കുന്നത്. അവിടെ ഷിയാക്കളാണ് ഭൂരിപക്ഷം, അല്ല സുന്നിയല്ല. പാകിസ്ഥാൻ സുന്നികളാണ്, അവര് വേറെ വംശമാണ്. അവിടെയാണ് 100 പേര് കൊല്ലപ്പെട്ടത്. അപ്പൊ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഇവൻ ഇടിച്ചു കയറി, വില്യം ബ്രൗൺ ഇടിച്ചു കയറി ഫ്ലാഗ് പൊക്കി, പാകിസ്ഥാന്റെ ഫ്ലാഗ് പൊക്കി. ഇനി അടുത്ത മോർ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവന്റെ വാപ്പ, അല്ലെങ്കിൽ ഈ വില്യപ്പിന്റെ പിതാവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷുകാരനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ മേജർ ജനറൽ, പാകിസ്ഥാൻ ആർമിയുടെ മേജർ ജനറൽ ഡഗ്ലസ് ഗ്രേസി. ഡഗ്ലസ് ഗ്രേസി എന്ന് പറഞ്ഞ ഒരുത്തനാണ് പാകിസ്ഥാൻ ആർമിയെ നയിക്കുന്നത്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. ഈ ചരിത്ര പുസ്തകത്തിൽ നിന്ന് നമ്മളെ നിന്നെല്ലാം ഒളിച്ചു വെച്ച. അപ്പൊ അപ്പുറത്ത് ബ്രിട്ടീഷുകാർ, ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാന് സ്വതന്ത്രമായി. ഇപ്പുറത്തോ ലോക്ക്ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു ജനറലും, പിന്നെ ബുച്ചർ, ലോക്ക്ഹാർട്ട് പോയിട്ട് പിന്നെ ബുച്ചർ വന്നു. ഇവന്മാർ രണ്ടുപേരുമാണ് ഇന്ത്യയുടെ ചീഫ്. കരിയപ്പയൊന്നുമല്ല. അപ്പൊ പാകിസ്ഥാൻ ആർമിയുടെ ഹെഡ് ബ്രിട്ടീഷുകാരൻ, ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ബുച്ചർ. നെഹ്റുജി ബുച്ചറിന്റെ അടുത്ത് പറഞ്ഞ് അഡ്വാൻസ് ചെയ്യാൻ പറഞ്ഞു. ബുച്ചർ പറഞ്ഞു പറ്റൂലെന്നു. റെഫ്യൂസ്ഡ്. കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഇന്ത്യ പിടിക്കും. അപ്പൊ ഈ ബ്രിട്ടീഷുകാരന്മാർ തമ്മിലൊരു കോൺസ്പിറസി ഉണ്ട്. ഇവന്റെ എല്ലാം അച്ഛാര് മൗണ്ട് ബാറ്റൻ. ആലോചിച്ച് നോക്ക്, എന്ത് ഭീകരമായ ക്രിമിനൽ എന്റർപ്രൈസിംഗ് ആണ് ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന സാധനം നമുക്കെതിരായിട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് ചിരിച്ച് ചാകേണ്ട ഒരു കാര്യം, മൗണ്ട് ബാറ്റൻ താമസിച്ചുകൊണ്ടിരുന്ന, എനിക്ക് ഇത് മറന്നുപോയി, അത് എല്ലാവർക്കും അറിയാം. മൗണ്ട് ബാറ്റൻ താമസിച്ചതിൻ്റെ സെയിം അവന്യൂവിലാണ് ഈ നമ്മുടെ ലോക്ക്ഹാർട്ടും ബുച്ചറും താമസിക്കുന്നത്. ബ്രിട്ടീഷ് 3 ബ്രിട്ടീഷുകാരന്മാര്. അന്ന് മൊബൈൽ ഫോൺ ഇല്ല. അപ്പൊ ഇവന്മാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പാകിസ്ഥാൻ ആർമി ചീഫ് എന്ന് പറയുന്ന ഇവൻ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വില്യം ബ്രൗൺ അല്ല, ഡഗ്ലസ് ഗ്രേസി. അപ്പൊ ഡഗ്ലസ് ഗ്രേസിയും മൗണ്ട് ബാറ്റനും ഈ ബുച്ചറും ഒക്കെ ആയിട്ട് നെഹ്റു, ജിന്ന, ഇവരാരും ഈ പിക്ചറിലില്ല. ഇവന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒരിക്കലും രക്ഷപ്പെടരുത്. എന്നും ഇങ്ങനെ ഇവന്മാർ തമ്മിൽ അടിച്ചു നീക്കണം. അതല്ലേ ഇപ്പൊ
പാകിസ്ഥാന് നമ്മൾ 3% 4%, പാകിസ്ഥാൻ 18-20% GDP-യുടെ അവർ മിലിറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ത്യയായിട്ട് സമാന കരാറുപെട്ട പാകിസ്ഥാൻ രക്ഷപ്പെടൂലേ? അത് അവന്മാർക്ക് തലയിൽ തോന്നണ്ടേ? ഈ മുല്ല മുനീറും ഫീൽഡ് മാർഷലിൻ്റെ ഒക്കെ തലയിൽ തോന്നണ്ടേ? ഇവന്മാർക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഈ ഇന്ത്യ വിരോധവും കൊണ്ടാണ് ആഹാരം കഴിക്കുന്ന ഇന്ത്യ വിരോധത്തിലാണ് എപ്പോഴും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പട്ടിണിയാണ് അവിടുത്തെ ആളുകൾ. അപ്പൊ ഇതിന്റെ എല്ലാം ബീജാവാപം ചെയ്തത് അന്ന് ബ്രിട്ടീഷുകാരന്മാരാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാണ്. പിന്നെ ഗിൽജിത് ബാൽറ്റിസ്ഥാനിലുള്ള പ്രശ്നം, ഗിൽജിത് ബാൽറ്റിസ്ഥാനിൽ ഷിയ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. പിന്നെ നമുക്ക് ഇന്ത്യക്കുള്ള ഒരു വിഷയം, ഇവിടെ നമുക്കൊരു വലിയൊരു വിഷയം കിടപ്പെട്ടു. എന്തിന് ബ്രിട്ടീഷുകാർ ഇത് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. എന്തിനാണ്? ഒന്ന് ഇന്ത്യ വിരോധം, ഭാരത വിരോധം. പാകിസ്ഥാൻ വിരോധമല്ല, ഭാരത വിരോധം. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്നാണ് ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ, ഇറ്റ്സ് അവർ ഗോഡ് ഹാസ് ഗിവൺ ദ റൈറ്റ് ടു റൂൾ ഓവർ ഇന്ത്യ, ഇന്ത്യൻസ് ആർ ഡോഗ്സ്. വളരെ 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 മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കരംചന്ദ് ഗാന്ധി അവിടെ പോയി ഇറങ്ങിയപ്പോൾ ലണ്ടനിൽ പോയി എന്തോ തോത്തെടുത്തോണ്ട് പോയി ഇറങ്ങി, അങ്ങനെ എന്തോ ഇങ്ങനെ ഷർട്ട് ഇടാതെ പോയല്ലോ. വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഉടനെ ഈ ബ്രിട്ടീഷ് MI6 എല്ലാം കൂടെ പറഞ്ഞ്, അയ്യോ അത് അദ്ദേഹം ചോദിച്ച അർദ്ധനഗ്നനായ ഫക്കീർ ഈ തണുപ്പത്ത് എന്തിനിവിടെ വന്നു എന്നാണ് ചോദിച്ചത്. അതല്ല ചോദിച്ചത്. എനിക്കിവിടെ പറയാൻ നിവർത്തിയില്ല. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൻ്റെ അൺസെൻസേർഡ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കൊരു കോപ്പി ഇന്ത്യക്ക് പുറത്ത് വെച്ച് കിട്ടി. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നില്ല. ഇവിടെ കൊണ്ടുവന്നാൽ എൻ്റെ പുറത്ത് കേസെടുക്കും. അതിനകത്ത് ഇതുണ്ട്. അതുകൊണ്ടാണ് ഇത് നിരോധിച്ചത് ഇവിടെ. അപ്പം നമ്മൾ എന്തിനിത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോർഡറിൽ റഷ്യയും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ റഷ്യയാണ്. ടാജിക്കിസ്ഥാൻ അന്നില്ല, അന്ന് USSR ആണ്. അപ്പൊ റഷ്യ ആയിട്ട് ഭാരതം കൈ കോർക്കുമോ? അവര് തലകുത്തി എന്ന് വിചാരിച്ചാലും നടന്നില്ല. ഇന്ദിരാജിയുടെ കാലത്ത് ഇന്ത്യയും റഷ്യ അടുത്തു, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഭയങ്കരമായിരുന്നു തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിർത്തി കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ചെന്ന് മോസ്കോയിൽ പോയി നിൽക്കും. അപ്പൊ നമുക്കിപ്പം തടസ്സമായി നിൽക്കുന്ന ഈ GB ആണ്, ഗിൽജിത് ബാൽറ്റിസ്ഥാനാണ്. അപ്പൊ ഈ ഗിൽജിത് ബാൽറ്റിസ്ഥാനിന്റെ അവിടെ ഹൻസാവാലി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഹൻസാവാലി അവിടെ അപ്പൊ ഹൻസാവാലിയുടെ ബോർഡറിലാണ് വക്കാൻ കോറിഡോർ. വക്കാൻ കോറിഡോർ ആണ് താജിക്കിസ്ഥാനിലേക്ക് കയറുന്നത്. അപ്പൊ വക്കാൻ കോറിഡോർ ഹൻസാവാലിയുമായിട്ട് ബോർഡർ ഉണ്ട്. പിന്നെ ഇനി അടുത്ത ബ്രിട്ടീഷുകാരെ അങ്ങനെ ചെയ്തു. അപ്പൊ ബ്രിട്ടീഷുകാരന്റെ പണി ചൈനക്കാരെ ഏറ്റെടുത്തു. ബ്രിട്ടൻ പോയപ്പം അടുത്ത ചൈന നമ്മളെ ജാതകം തിരിച്ച് സ്ക്രൂ അപ്പ് ചൈനയാണ്. ചൈന എന്ത് ചെയ്ത് 1963 പിന്നെ വേറൊരു കാര്യം, ഈ ജമ്മു കാശ്മീരിനകത്ത് 47% ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇതിൽ കൂടുതൽ 55% ആക്ച്വലി പാകിസ്ഥാൻ കൊണ്ടുപോയത്. നമ്മുടെ കയ്യിൽ 45 ഉള്ളൂ. പക്ഷേ 1963 ഇതിന്റെ 20% ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തു. അക്ഷം വാലി, അക്സൈച്ചിൻ അല്ലെങ്കിലും നമ്മുടേതാണ്. അത് ചൈന ഓക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 1962 ഓക്യുപ്പൈ ചെയ്തതാണ്, നമ്മുടെ പ്രദേശമാണ്. അക്സൈച്ചിനോട് ചേർത്ത് കിടക്കുന്ന ഒരു 20% ഉണ്ട്. അക്ഷം വാലി, അക്ഷം താഴ്വര. ഈ അക്ഷം താഴ്വര ചൈനയ്ക്ക് കൊടുത്തു. അത് എന്തിനു കൊടുത്തെന്ന് വെച്ചാൽ, ചൈനയും അയൂബ് ഖാനും തമ്മിലാണ് കരാറുപ്പെട്ടത്. എന്തിനു ചെയ്തെന്ന് പറഞ്ഞാൽ, അന്നോട്ട് ഇന്ത്യ തർക്കിക്കുന്നുണ്ട്. ചൈനയ്ക്ക് അവിടെ ഒരു കാര്യം, ചൈന ചെയ്തത് ശുദ്ധ ഹൂളിഗനിസമാണ്. എഗൻസ്റ്റ് ഓൾ, അതിനേക്കാളും വേഴ്സാണ്. കാരണം ഞാൻ ചൈനയ്ക്ക് അവിടെ യാതൊരു സേയിങ്ങും ഇല്ല ഈ അക്ഷം വാലിയില്. എന്നിട്ടും ചൈന അതുവഴി ഇത് കാരക്കോറം ഹൈവേ പണിതു. കാരക്കോറം ഹൈവേ പിന്നെ ഇവിടുന്ന് സിങ്യാങ് പ്രോവിൻസിലേക്ക് നമ്മുടെ പാകിസ്ഥാന്റെ മറ്റേ പോർട്ടുണ്ടല്ലോ, നമ്മുടെ അറേബ്യൻ ഓഷനിലുള്ള ഒരു പോർട്ടുണ്ട്. അല്ലല്ല, ചബഹാറിന്റെ അപ്പുറത്ത് ചൈന പണിത് കൊടുത്ത ഒരു പോർട്ടുണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. ആ പോർട്ടിൽ നിന്ന് ചൈനീസ് ഷിപ്പ് സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇന്ത്യ മലാക്ക സ്ട്രൈറ്റിൽ ചൈനയെ പൂട്ടിയത് തന്നെ ഇതുവഴി കുറച്ച് സാധനമേ ഉള്ളൂ. എന്നാ അതെങ്കിൽ അത് പിന്നെ ഒരിക്കലും ചൈന വിചാരിച്ചിട്ടുണ്ട് നമ്മൾ റഷ്യ ആയിട്ട് അടുക്കരുത്. പിന്നെ ടാജിക്കിസ്ഥാൻ പിന്നെയാണ് വന്നത്. ആ പ്രദേശത്തുള്ള ആരുമായിട്ടും നമ്മൾ സെൻട്രൽ ഏഷ്യ ആയിട്ട് അടുക്കരുതെന്ന് വെച്ചിട്ട്
പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ അവിടെ ഈ അക്ഷം വാലി ചൈനയ്ക്ക് എഴുതി കൊടുത്തു. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് അവേ അതുവഴി അങ്ങ് പോകായിരുന്നു. ഗിൽജിത് ബാൽറ്റിസ്ഥാൻ വഴി. നാളെ കാലത്ത് ഗിൽജിത് ബാൽറ്റിസ്ഥാൻ നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് അതുവഴി കയറി ആ വക്കാൻ കോറിഡോർ വഴി പോകണം. അത് ചൈന കയറി ഇപ്പം ഗിൽജിത് ബാൽറ്റിസ്ഥാൻ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഇത് ഇങ്ങനെ ഒരു ഓള് പോലെ ചൈന ഈ അക്ഷം വാലിയിൽ അവിടെ ചൈന ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. എന്തൊരു ചതിയാണ് അവർ ചെയ്തത്. അവർക്ക് വല്ല കാര്യമുണ്ട്. ഈ ചൈന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ല, 19 രാജ്യങ്ങളാണ് ചുറ്റും കിടന്നത്. എല്ലാവരുമായിട്ട് അടിയാണ് അവർ. സകല രാജ്യങ്ങൾ എല്ലാവരും ശത്രുക്കളാണ്. അവർക്ക് എന്ത് കൊടുത്താലും അവർക്ക് മതിയാവില്ല. അപ്പൊ എനിവേ അങ്ങനെ ഒരു വെഡ്ജാണ്, ഒരു ആപ്പ് ഈ ചൈന വെച്ചിരിക്കുകയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും സെൻട്രൽ ഏഷ്യക്ക് എതിരിട്ട്. ഈ ചൈനയുടെ ഈ പ്രദേശം നിൽക്കണമെന്ന് നമുക്ക് അതുവഴി പോകാൻ ഓർത്തില്ല. പിന്നെ നമുക്ക് വേറൊരു റൂട്ടുണ്ട്. ഈ ഹാൻസ വാലി ഇല്ലേ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഹാൻസ വാലി പാകിസ്ഥാന്റെ കയ്യിലാണ്. ഈ ഗിൽജിത് ബാൽറ്റിസ്ഥാൻ ഇന്ത്യ പിടിച്ചിട്ട് ആ ഹാൻസ വാലി നമ്മുടെ കയ്യിൽ വന്നാൽ ഹാൻസ വാലി വഴി അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഫ്രണ്ട്ലി ആണല്ലോ, വക്കാൻ കോറിഡോർ കയറി പോവാം. അത് ഇത്തിരി സർക്യൂഷ്യസ് ആണ്, എന്നാലും നമുക്ക് സെൻട്രൽ ഏഷ്യയിൽ പോവാം. പക്ഷെ ഇപ്പം നിവൃത്തിയില്ല, ഫ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. പാകിസ്ഥാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുകയല്ലേ ഇപ്പം. ഇപ്പൊ മോഡിജിയൊക്കെ ജയശങ്കർജിയൊക്കെ പോണത് വളഞ്ഞ് മസ്കറ്റ് പിന്നെ ഒമാൻ എയർ സ്പേസ് വഴിയാണ് പോണത്, ഇറാൻ വഴിയൊക്കെയാണ് പോണത്. അപ്പം ഇപ്പം ഇവർ പൂട്ടിയിരിക്കുകയാണ് എല്ലാവരും, ഈ പാകിസ്ഥാനും ചൈനയും കൂടെ. അപ്പം ഈ ഗിൽജിത് ബാൽറ്റിസ്ഥാനിൽ ഉള്ള ഇതാണ് വിഷയം. അവിടെ ഈ ഷിയാക്കളാണ്. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞില്ലേ 100 വരെ വെടിവെച്ചോന്നു, ഈ വെടിവെക്കണ ആരെന്നറിയാം? ഈ ഷിയാക്കളല്ല, ഷിയ പോലീസ് ഇല്ല, ഷിയ ആർമി ഇല്ല. ഇതെല്ലാം പഞ്ചാബി പോലീസാണ്. ഇവര് പഞ്ചാബീസിനെ കൊണ്ട് അവിടെ ഇറക്കി, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബീസ്. അപ്പൊ ഈ വംശീയമായിട്ട് ഒന്ന് സുന്നിയാണ്, ഇവര് ഷിയാക്കളാണ്. പിന്നെ വംശീയമായിട്ട് ഇവര് തമ്മിൽ ഭയങ്കര ഉടക്കാണ്. അപ്പൊ പിന്നെ ഈ ഇവിടുന്ന് കൊള്ളയടിക്കുന്ന വെള്ളം, വൈദ്യുതി, സകലത് ഇവിടെ ഒരുപാട് ഇതുണ്ട്, ഈ റിസോഴ്സസ് ഉണ്ട്. അത് മുഴുക്ക കൊള്ളയടിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് തിരിച്ച് ഒന്നും കൊടുക്കുകയില്ല ഈ ഇവർക്ക്. ജനങ്ങൾ പട്ടിണിയില്ല. ഗിൽജിത് ബാൽറ്റിസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ, അതിനകത്ത് ഒരു ഡെവലപ്മെന്റും ഇല്ല. കറാച്ചി അത് ഇതൊക്കെ പഞ്ചാബ്, ലാഹോർ അവിടെ ഭയങ്കര ഡെവലപ്മെന്റ് ഉള്ളപ്പോൾ ഇവിടെ ഒരു ഡെവലപ്മെന്റും ഇല്ല. അങ്ങനെ അവര് ഈ 32 പോയിന്റ്സ് ഉള്ള നിവേദനം കൊടുത്തു പാകിസ്ഥാൻ ഗവൺമെന്റ്. അതിലൊന്ന് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ പറയണം, ഞങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, അത് അനുവദിക്കണം എന്നുള്ളതാണ് ലേറ്റസ്റ്റ്. ഗിൽജിത് ബാൽറ്റിസ്ഥാനിൽ നടക്കുന്ന പ്രക്ഷോഭം ആവശ്യപ്പെടുന്നത് ഇതാണ്. പിന്നെ ഈ പഞ്ചാബി മുസ്ലിംസിനെ കൊണ്ടവിടെ അവരെ മുഴുവനും പിൻവലിക്കണം. അല്ലല്ല, പഞ്ചാബി മുസ്ലിംസിനെ അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചൈനക്കാർ അവിടെ മൊത്തം ഉണ്ട്. ഇത് ഇന്ത്യ വല്ലതും കയറുമെന്ന് വിചാരിച്ചിട്ടാണ് ചൈനക്കാർ അവിടെ ഡാം പണിയാൻ, റോഡ് പണിയാൻ. അത് ഡാം പണിയേ ഇല്ല, റോഡ് തീർക്കുകയില്ല. ചൈനക്കാരിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക. അല്ല, ഇടയ്ക്ക് അങ്ങനെയും കേട്ടിരുന്നല്ലോ സാറേ, ഒരു ചൈനീസ് എഞ്ചിനീയർമാർ 6 പേരെന്തോ അവിടെ. അതവിടെ ഇല്ല, അത് മറ്റേ അവിടെ നമ്മുടെ ബലൂചിസ്ഥാനില് ചൈന ഒരു രക്ഷയില്ല. അവിടെ വലിയ പോരാട്ടം, ഭയങ്കര പോരാട്ടമാണ്. അവിടെ ഇല്ലല്ലോ, പാകിസ്ഥാൻ ആർമി ഒന്നും പോവില്ല, പേടിച്ച്. ഒരു ബറ്റാലിയൻ ഓടി ഒളിച്ചു. ട്രെയിനൊക്കെ ഒന്നോടങ്ങ് തട്ടിക്കൊണ്ട് പിന്നെയും തട്ടിക്കൊണ്ടേ. അതിനേക്കാളും വലിയ പ്രശ്നമാണിത്. കാരണം ഇവിടെയും വേറെയാണ്. ഈ ബലൂചിസ്ഥാനിലെ ബലൂച്ചികളാണ്. അവർ പറയണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി 1947 വന്നത്, ഞങ്ങൾ 2000 വർഷമായിട്ട് ഞങ്ങളുള്ളത്. അവരുടെ വേറെ കൾച്ചറാണ്. അത് തന്നെ പക്വാൻക്വാ, അങ്ങോട്ടും പോകാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പാകിസ്ഥാനൊക്കെ മേടക്കും. പിന്നെ ഗിൽജിത് ബാൽറ്റിസ്ഥാൻ, ഇവിടെ എല്ലാം വേറെ വംശീയമാണ്. പാകിസ്ഥാൻ ആർമിയായിട്ടൊന്നും യോജിച്ചു പോയില്ല. പാകിസ്ഥാൻ ആർമിക്ക് ഇവിടെ പിന്നെ ഇവർ പാവങ്ങളാണ്, ഇവർക്ക് വേറെ ഒന്നുമില്ല. ഈ ഭീകരപ്രവർത്തനമൊന്നും ഈ ഗിൽജിത് ബാൽറ്റിസ്ഥാൻ അത്ര കേപ്പബിൾ അല്ല. എന്നാലും അവർ ഇത്രയും പേര് റോഡിലിറങ്ങി ഇവർ പോയിന്റ് ബ്ലാങ്കിൽ 100 പേരെ വെടിവെച്ചു വന്നു. അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കയറി പിടിക്കാൻ പേടിച്ചിട്ടൊന്നുമല്ല, പിടിക്കാം, ഓക്കുപ്പൈ ചെയ്യാം. പക്ഷേ ഇത് അമേരിക്കയുടെ മടിയിലിരിക്കുന്നു, ചൈനയുടെ മടിയിലിരിക്കുന്നു. അത്യാവശ്യം കാലിങ്ങനെ നീട്ടി റഷ്യയെ തൊടുന്നു. ഈ പാകിസ്ഥാനിലെ ഇവർ മുനീർ എല്ലാ പരിപാടികളും അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നും പേടിയുണ്ട്. ഈ
ഗിൽജിത് ബാൽട്ടിസ്ഥാൻ നമ്മൾ കയറി പിടിക്കുമോ ഇല്ല. പക്ഷെ നമ്മളങ്ങനെ നമുക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ വേണ്ട എന്നുള്ളൊരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവിടെ മൊത്തം ടെററിസ്റ്റാണ് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനകത്ത്. നോട്ട് ഗിൽജിത് ബാൽട്ടിസ്ഥാൻ, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുക്കണമെന്നില്ല. വേണമെങ്കിൽ അവിടെ അവര് വേറൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, അത് മതി. അല്ലാതെ അതിനെ ഇങ്ങോട്ട് അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പണിയാവും. പക്ഷെ നമുക്ക് ഇത് വേണം, ഗിൽജിത് ബാൽട്ടിസ്ഥാൻ നമുക്ക് കൂടിയേ തീരൂ. നമ്മുടെ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കലായിട്ട് നമുക്ക് ടാജിക്കിസ്ഥാനുമായിട്ടും ഉസ്ബെക്കിസ്ഥാനുമായിട്ടും മറ്റേ അഫ്ഗാനുമായിട്ടും ഒക്കെ അഫ്ഗാനിസ്ഥാനുമായിട്ടും നമുക്കിപ്പം ചബാർ വഴിയാണ് പോകണം. അതെല്ലാം ഒഴിവാകും. ഇപ്പൊ ചബാർ ബോംബെ നിന്ന് കപ്പലിൽ കയറി ചബാറിൽ പോയി ഇറാന്റെ കാലി പിടിച്ച് ഇറാനെ സോപ്പിട്ട് അതല്ലേ, ഇത് വേണ്ടല്ലോ. ഈ GB നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനായിട്ട് പോകാം. അപ്പൊ ഇത് ഇവന്മാര് ചെയ്തത് ഈ MI6 ബ്രിട്ടീഷുകാരും ചെയ്ത പണിയാണ്. ഒരു കാരണവശാലും ഒരു സമാധാനം നമ്മൾ രക്ഷപ്പെടരുത്. എന്തായാലും സാർ, നമുക്ക് ഇപ്പോൾ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം, അത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നയതന്ത്ര വിദഗ്ധരൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. സൈന്യം ഉൾപ്പെടെ ഒരു ഡ്രോൺ വെടി വെച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇവിടെ ജമ്മു കാശ്മീർ മിനിഞ്ഞാന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ POKയിൽ നമ്മൾ ഒരു പക്ഷേ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തില്ലെങ്കിലും ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങ് പറഞ്ഞതുപോലെ വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണത്, പ്രദേശമാണ്. അതങ്ങനെ ആർക്കും അടിയറ വെക്കാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട്. നന്ദി. വന്ദേ മാതരം.